ഹലോ, ഗുഡ് മോർണിംഗ് പ്രിയ കപ്പലി. മോർണിംഗ്. സുഖമല്ലേ? സുഖമായിട്ടിരിക്കണോ? ആ ഞാനേ മെൽബൺ, ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുകയാണ്. ആ അപ്പോൾ താങ്കളുടെ വീഡിയോസ് ഒക്കെ റെഗുലർ ആയിട്ട് കാണുന്ന ഒരു വ്യൂവറാണ്. ആ വളരെ നന്നായിട്ടിരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ടായിരുന്നു. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പൊ ഇവിടെ നടന്ന ഇൻസിഡന്റ് അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ? അറിഞ്ഞു. സിഡ്നി. വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോ ലൈവ് ഇല്ല. അപ്പം ഓക്കേ. ഒരു പേഴ്സണൽ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ തിരക്കിലായിരുന്നു. അത് ആ ഇൻസിഡന്റ് ഞാൻ വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ്, പേടിച്ചിരുന്ന ഒന്നാണ്. അത് സംഭവിച്ചപ്പോ അത് എനിക്കൊരു ഷോക്കായിട്ട് വന്നില്ലെന്നുള്ളതാണ് സത്യം. കാരണം ഞങ്ങളൊക്കെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. ഔട്ട് ചെയ്തോണ്ടിരിക്കുക. കാരണം അതെന്ന് വെച്ചാലേ ഞാനൊക്കെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രതീക്ഷിച്ചു. കേസുകൾ, ഇങ്ങനത്തെ ഇൻസിഡൻസ് സംഭവിക്കുമ്പോ നമ്മൾ അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, കുറെ ന്യൂസുകളും കുറെ ഊഹാപോഹങ്ങളും വരുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിത് ഏകദേശം ഇപ്പം ആ രാജ്യത്തിന്റെ ഏജൻസികൾ അന്വേഷിക്കുകയും അതിനൊരു ഏകദേശം ഒരു ചിത്രം അവർക്ക് കിട്ടുമല്ലോ. അപ്പൊ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിനനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതികരിക്കാറുള്ളൂ. അപ്പൊ അത് ഞാൻ ഇന്നലെ ഫ്രീ ആയത്. ഇന്നലെ മുതൽ ഇങ്ങനെ റിസർച്ചിലാണ് ഉള്ളത്. അച്ഛനും മോനുമാണ് ഇതിനകത്ത് പ്രതികൾ എന്നാണ് കേട്ടത്. അതും വെരിഫൈ ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. ആക്ച്വലി മോൻ പോലീസിന്റെ ഇവിടുത്തെ ഒരു ലിസ്റ്റിൽ വന്നതാണ്, നോട്ടിഫൈഡ് ആയിട്ട് വന്നതാണ്. എന്നാൽ അവർ അന്നത്തെ അന്വേഷണത്തിൽ വലിയ റിസ്ക് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് അവരിത് ഒഴിവാക്കിയതാണ്. പക്ഷെ അവർ ഈ രീതിയിൽ അത് പെരുമാറും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല. വളരെ പാകിസ്ഥാൻ ബാക്ക്ഗ്രൗണ്ട് പോലെ ഉണ്ടല്ലോ പേര് കേട്ടിട്ട്. പാകിസ്ഥാൻ ബാക്ക്ഗ്രൗണ്ട് ആണ് അവര്. ഈ അച്ഛന് ഒരു 50 വയസ്സുണ്ട്. പുള്ളി ഒരു 94 എന്തോ ഇവിടെ സ്റ്റുഡന്റ് വിസയിൽ വന്ന് പിന്നെ ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ മോൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. എന്നാൽ ഈ മോന്റെ പേരിലാണ് അവർക്ക് അന്ന് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയൊക്കെ ചെയ്തത്. ഇവന്റെ അസോസിയേഷൻ ശരിയല്ല എന്നുള്ള രീതിയിൽ അന്ന് അവർ ചെറിയ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി അങ്ങനെ ഫ്രീ ആയത് അവർ വിട്ടതാണ്. ഇങ്ങനെ ചെല്ലുന്നിടത്തൊക്കെ ഈ സലഫി ഇസ്ലാമിക് മൂവ്മെന്റുകളാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ നാട്ടിലെ ഈ മുജാഹിദുകൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഈ ഇത്തരം ഈ കുടിയേറ്റ മേഖലകളിലേക്കൊക്കെ പിന്നീട് ഇവര് ആളുകൾ അവിടെ രക്ഷപ്പെട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഇവന്മാര് ചെല്ലുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അതെ, റാഡിക്കലൈസ് ചെയ്യാൻ അവിടെ റാഡിക്കലൈസ് ചെയ്യാൻ ഇവിടെ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റികൾ അത്ര എന്താ പറയാ സ്ട്രോങ് അല്ലല്ലോ ചെല്ലുമ്പോ പഴയ കാലത്ത്. അപ്പൊ അവർക്ക് ഒരു യൂണിറ്റി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇവർ തുടങ്ങുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ പോപ്പുലർ ഫണ്ട് ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങിയതുപോലെ. പക്ഷെ അവരുടെ ഇന്റൻഷൻ, മോട്ടീവ് ഒന്നും ഈ സാധാരണ ആളുകൾക്ക് അറിയില്ല. അതിൽ നിന്ന് പിന്നെ കറക്റ്റ് ഇവരുടെ പാകത്തിന് കിട്ടുന്നവരെയാണ് അവന്മാർ എടുത്തോണ്ട് പോവാ. അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പറയാ. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഒരു 16 വർഷമായി. പക്ഷെ ഈ 16 വർഷത്തിന് മുമ്പ് ഞാൻ വരുമ്പോ ഞാൻ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് അല്ല, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. പക്ഷെ നമ്മൾ കാണുന്ന നമ്പർ ഓഫ് മുസ്ലിംസ് വളരെ കുറവാണ്. കുറച്ച് റെഫ്യൂജീസ് ആയിട്ടുള്ള മെയിൻ ആയിട്ട് വന്നിരുന്നത് നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റു സുഡാനിൽ നിന്നുള്ള ആളുകളായിരുന്നു അന്ന് വന്നിരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഷോപ്പിംഗ് സെന്ററിൽ ചെന്നാൽ പോലും അന്ന് വളരെ കുറച്ച് ആളുകളെ നമ്മൾ ഔട്ട്സൈഡേഴ്സിനെ കണ്ടിരുന്നുള്ളൂ. ഈവൻ മലയാളികളെ കണ്ടിരുന്നത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഷോപ്പിംഗ് സെന്റർ, ചില ഷോപ്പിംഗ് സെന്റേഴ്സ് ബിഗ് ലൈക്ക് ലുലുവിന്റെ ഒക്കെ ആ ഒരു കപ്പാസിറ്റി ഉള്ള ഷോപ്പിംഗ് സെന്റർ മുഴുവൻ ഏതോ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ചെന്നതുപോലുള്ള ഒരു ഫീലാണ് ഇപ്പൊ നമുക്ക് പലപ്പോഴും കാണുന്നത്. അപ്പൊ അത്രയ്ക്ക് ആ ഒരു മുസ്ലിം പോപ്പുലേഷൻ ഇവിടെ വന്നു. അപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ലേബർ ഗവൺമെന്റ് ആണ്. ലേബർ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഇവര് കമ്മ്യൂണിസ്റ്റ് തന്നെ വിളിക്കുന്നവരെ. ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവരൊരു എല്ലായിടത്തുള്ള ശീലം എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഈ അപ്പീസിംഗ് പരിപാടിയാണ്, ഈ പ്രീണന പരിപാടിയാണ്. അവർക്ക് പ്രീണനം കൊണ്ടൊന്നല്ലെന്നേ ഞാൻ പറഞ്ഞത്. ഈ പൊളിറ്റിക്കൽ പ്രീണനവും ഈ തീവ്രവാദ പ്രവർത്തനവും രണ്ടാണ്. ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാല് തീവ്രവാദ പ്രവർത്തനത്തില് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മീൻസ് ആളുകളുടെ തീവ്ര മനോഭാവത്തിൽ കുറവുള്ളത്. അവരെ കൈകാര്യം ചെയ്യാൻ ഇവിടെ തന്നെ സംവിധാനമുണ്ട്. പക്ഷെ ഈ അപ്പീസിംഗ് എന്ന് പറയുന്നത് ഈ വോട്ട് ബാങ്ക് നോക്കിയിട്ടുള്ള പരിപാടികളാണ്. അതിപ്പം എല്ലാരും ചെയ്യും. ഇപ്പൊ BJP ഇവിടെ ചെറിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അവര് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച മുസ്ലിം സ്ഥാനാർത്ഥി, മനസ്സിലായോ? അപ്പൊ അവര് അത് ഹൈലൈറ്റ് ചെയ്യും. അത് പോപ്പുലേഷൻ അനുസരിച്ചിട്ട് വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തും വർക്ക് ചെയ്യും. അതില് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ റാഡിക്കൽ ഗ്രൂപ്പുകൾ അവരെ കൺട്രോൾ ചെയ്യുന്നതില് ഉള്ള പരാജയമാണ്. എനിക്ക് തോന്നുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സൗദിയുടെ അത്ര പോലും ഈ ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്നാണ്. സൗദി അറേബ്യയും UAEയും ബഹ്റൈനും ഒക്കെ
അവര് മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നതാണെന്നുള്ള എന്റെ സംശയം പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു അപ്പീസിങ് മനസ്സിലാവാത്തതായിരിക്കും എനിക്ക് തോന്നുന്നത്. അതായത് ഇവരുടെ ഈ ജനാധിപത്യത്തിന്റെ ഓവർ ഇതുകൊണ്ടേ എല്ലാവരുടെയും അവകാശങ്ങളെ കുറിച്ചുള്ള ഓവർ ആയിട്ടുള്ള കൺസെപ്റ്റും ഉണ്ട്. ഇപ്പൊ UK അതാ സംഭവിക്കുന്നത്. അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ മറവിൽ നടക്കുന്ന ആക്ടിവിറ്റി പലപ്പോഴും പബ്ലിക്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അത് ഇന്റലിജൻസ് തന്നെ പരിപാടി ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ഇഷ്യൂസ് ആണ്. ഇപ്പൊ ഞാൻ എന്തൊക്കെ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടെങ്കിലും ഇപ്പൊ ഒരാള് ഒരു ഭീകരാക്രമണം നടത്താൻ തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും. നമുക്ക് തടയാൻ കഴിഞ്ഞോ എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പക്ഷെ എന്നാലും അതിന്റെ ആ ഒരു ടെൻഡൻസി മനസ്സിലാക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ ഈ NIA-യുടെയും ഒക്കെ നിരീക്ഷണം വളരെ ശക്തമാണ്. അപ്പൊ എനിക്ക് ചില ഇൻഫർമേഷൻസ് ഒക്കെ എന്തെങ്കിലും നമുക്ക് വരുന്ന ഭീഷണി കോളിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പശ്ചാത്തലത്തില് നമ്മൾ ചില വെയർഅബൌട്ട്സ് അന്വേഷിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇൻഫർമേഷൻസ് കൊടുക്കാൻ നോക്കുമ്പോൾ അതൊക്കെ ഓൾറെഡി അവരവരുടെ നിരീക്ഷണത്തിലാണെന്ന് 1-2 കേസ് ഇപ്പൊ എന്നോട് പറഞ്ഞു. അവരൊക്കെ നമ്മളെ റഡാറിലുള്ളവരാണെന്നുള്ളത്. അപ്പോ പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരാളുടെ തീവ്ര മനോഭാവത്തിന്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ലല്ലോ. കേസെടുക്കാൻ പറ്റുന്ന ഒരാളുടെ ആക്ടിനെ അനുസരിച്ച് മാത്രമേ ഉള്ളൂ. ഒരാൾ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത്. പ്രത്യേകിച്ച് നല്ല എവിഡൻസ് അവർ ഗ്യാദർ ചെയ്യാതെ ഒരിക്കലും ആ ആളെ ഒരു അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ നടക്കുകയില്ല. അതെ. അല്ല അതൊക്കെ അവര് ലൂപ്പ് ഹോളുകൾ അവർ പരമാവധി ഉപയോഗിക്കും എന്നുള്ളതാണ് ഈ പ്രശ്നം. ഇനി ഇതിനകത്ത് പെട്ടുപോകുന്ന ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക ജൂതന്മാർ എവിടെയും സുരക്ഷിതരല്ല എന്നുള്ളൊരു ഒരു പ്രചാരണം ഉണ്ടാക്കാനുള്ള ചിലപ്പോൾ എന്തെങ്കിലും ചിന്തയായിരിക്കും. പക്ഷെ അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ലോകത്തെവിടെയും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുമെന്ന് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പോലെ ഈ മോക്ക് കൾച്ചർ ഭയങ്കരമായിട്ട് വന്ന് ഇവിടെ ഈ പ്രത്യേകിച്ച് ഈ October 7 ആ ഇൻസിഡന്റിന് ശേഷം എല്ലാ ആഴ്ചയിലും പ്രത്യേകിച്ച് മെൽബൺ സിഡ്നിയിൽ എല്ലാ ആഴ്ചയിലും 10,000-2,000 പേര് ഗ്യാദർ ചെയ്യുന്ന പ്രൊട്ടസ്റ്റുകളാണ്. ഈ മറ്റേ സെമറ്റിക് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ഇവിടെ നടക്കുമായിരുന്നു. അതിന് മുഴുവനും ഈ സ്ലോഗൻസ് ഈ ബാനേഴ്സും എല്ലാം തന്നെ വളരെ തീവ്രമായ രീതിയിലുള്ള ഈ ആന്റിസെമറ്റിക് ആയിട്ടുള്ള സ്ലോഗൻസും മറ്റൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് പോലും ഗവൺമെന്റ് അതിനെതിരായിട്ട് അവരെ സ്റ്റോപ്പ് ചെയ്യാനോ അത് ഡിസ്കറേജ് ചെയ്യാനോ ഒരു ആക്ഷനും ചെയ്തില്ല എന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിൽക്കുന്ന ഒരു തെറ്റാണ്. അത് എല്ലാവരും തന്നെ ഇപ്പൊ അത് മനസ്സിലാക്കുന്നു. അന്ന് അത് അവർ സ്റ്റോപ്പ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ യഹൂദര് ജൂതന്മാര് ഇത് ഗവൺമെന്റിന്റെ അറ്റൻഷനിൽ വന്നത് ഞങ്ങൾക്ക് ഇത് സംഭവിച്ചിരിക്കും, നിങ്ങൾ ഇത് ഒന്നും ചെയ്യാത്ത സ്ഥിതിക്ക് അവരെ കൂടുതൽ എൻകറേജ് ചെയ്യുവാണ്, അത് അവസാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാവുമെന്ന് പറഞ്ഞത് ഇപ്പൊ അതേപോലെ അച്ചിക്ക പോലെ സംഭവിച്ചു. അങ്ങനെ ഇതൊരു ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന തെറ്റ് ഉണ്ടെന്നുള്ളതാണ് ഇത്. പ്രത്യേകിച്ച് ലേബർ ഗവൺമെന്റ് കാര്യം ഈ അപ്പീസിങ് ഇതും പോരാതെ ഈ കഴിഞ്ഞിടയ്ക്ക് 3,000 പേരെയാണ് സിറിയയിൽ നിന്ന് ഇങ്ങോട്ട് ചുമ്മാ ഫ്രീ പാസ് പോലെ കൊടുത്തു കയറ്റിയത്. ഈ 3,000 വന്നിരിക്കുന്ന അതിൽ എത്ര പേര് ജെന്യുവൻ റെഫ്യൂജീസ് ഉണ്ടാവും? അത് ഫിൽട്ടർ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് ഭയങ്കര അപകടം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ സമാധാനത്തിന് വേണ്ടി ചെന്ന ആൾക്കാരെ പോലും ജീവിതം ദുസ്സഹമാക്കും എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. 10 മതിയല്ലോ. ഇപ്പൊ 100,000 ആളുകൾ ഉള്ളതില് ഒരു 100 പേര് തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ ആ സൊസൈറ്റിക്ക് പിന്നെ നിലനിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാവും. ഞാൻ വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇത്തരം ചില ഗ്രൂപ്പുകളുടെ ഉദ്ദേശം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി സ്റ്റെബിലൈസ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം സമാധാനത്തിൽ ജീവിക്കാൻ പാടില്ല, ഫലസ്തീനിൽ മുസ്ലിങ്ങൾ സമാധാനത്തിൽ ജീവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അവരുടെ ആവശ്യമാണ് ഇതിങ്ങനെ അവിടുന്ന് ഒരു അങ്ങോട്ട് ചൊറിഞ്ഞ് ഇങ്ങോട്ട് അടിമേടിച്ച് നിലവിളിച്ച് അങ്ങനെ അതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് കേവലമായ മതം മാത്രമല്ല, ഈ മതത്തിന്റെ ചുവട് പറ്റിയിട്ടുള്ള ഈ അധികാര രാഷ്ട്രീയത്തിന്റെ ഇതും കൂടി ഉണ്ട്. ഇപ്പൊ ഹമാസിനൊക്കെ അവിടെ വേണ്ടത് ഫലസ്തീന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണാധികാരമാണ്. പക്ഷെ അതിനു വേണ്ടി അവർക്ക് കത്തിക്കാൻ പറ്റുന്ന സാധനം ഈ ജൂതവിരോധമാണ്. അതവര് കത്തിക്കും. ഇസ്രായേലിൽ ഇപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇസ്രായേലിൽ ഇപ്പൊ നടന്നത്. അതിനൊരു ഇപ്പം പിന്നെ എന്താ പറയാ ഈ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം പ്രശ്നമാണ്. എല്ലാം ഈ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ആളുകളെ കൊല്ലലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്നാ ഇതൊക്കെ മാറുന്നെന്ന് ഒരു പിടിയില്ല. അതായത് ഇത്രയും അകലത്ത് എത്രയോ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് അപ്പുറത്ത് നടക്കുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് നിഷ്കളങ്കരായ മനുഷ്യരെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുക. ദാറ്റ്സ് റിയലി ഷോക്കിംഗ്. ഇപ്പോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ മെൽബണില് എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഭവമാണ് മെൽബൺ മയർ വിൻഡോസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് മയർ വിൻഡോസ്. മയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു വലിയൊരു ഷോപ്പിംഗ് സെന്റർ ആണ്. അതില്
അവരുടെ വിൻഡോസിൽ അവർ ക്രിസ്മസ് തീം പ്രദർശിപ്പിക്കുക, കുട്ടികളുമായിട്ട് പാരന്റ്സ് ചെയ്യുന്ന ക്യൂ നിന്ന് അരമണിക്കൂർ ക്യൂ നിന്നാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് 10 വർഷങ്ങളായിട്ടുള്ള ഒരു ട്രഡീഷനാണ്. കഴിഞ്ഞ വർഷം അതോടെ സ്റ്റോപ്പ് ചെയ്യിച്ചു. ഈ ആന്റി പലസ്തീൻ പലസ്തീൻ്റെ സപ്പോർട്ടേഴ്സ് സ്റ്റോപ്പ് ചെയ്യിച്ചു. അവിടെ പലസ്തീൻ കുട്ടികൾ മരിക്കപ്പെടുന്ന സമയത്ത് ഇവിടുത്തെ കുട്ടികൾക്ക് ഇങ്ങനെ ആഘോഷം പാടില്ല എന്ന് പറഞ്ഞ് ഇതിന് പ്രശ്നം ചെയ്തിട്ട് വർഷത്തില് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ വർഷം നടന്നില്ല. ഈ ഫലസ്തീനിൽ ആക്രമണം നടക്കുമ്പോൾ നമ്മൾ ഈ കാര്യത്തിലൊക്കെ ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികളുടെ കൂടെ ഉണ്ട്. പക്ഷെ മരിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ നമ്മൾ അവരോട് സഹാനുഭൂതി ഉണ്ട്. പക്ഷെ ഇവര് മരിക്കുന്നതിൽ സൗദി അറേബ്യയിലോ ബഹ്റൈനിലോ UAE ഒന്നും ഒരു വിഷമം എവിടെയും സ്ട്രീറ്റിലൊന്നും ഇല്ല. ഇവിടുത്തെ മനുഷ്യരെയാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത്. എന്നിട്ട് ഈ വർഷം ഇത് ഞങ്ങള് തുടർന്നപ്പോ ചെന്ന് ഞങ്ങൾ കുട്ടികളെ കാണിക്കാൻ ചെന്നപ്പോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഷോക്കിംഗ് ആയി പോയി. നമ്മൾ റോഡ് സൈഡിലാണല്ലോ ക്യൂ നിൽക്കുന്നത്, റോഡ് സൈഡിലാണ് ഈ വിൻഡോ, ഈ നമ്മൾ ഈ ബൊമ്മനെ പ്രദർശിക്കുന്ന അതിലാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ അതിന് ചുറ്റും ബൊള്ളാറ്റ് വെച്ചിരിക്കുകയാണ് ഇപ്പോ, വലിയ ബൊള്ളാറ്റ്. കാരണം ഈ ത്രെറ്റ് ഇപ്പോഴും അവര് ഗവൺമെന്റും പോലീസും കാണുന്നത് കൊണ്ട് ആരെങ്കിലും ഈ വിവരം കിട്ടുമ്പോൾ വന്ന് വല്ല വണ്ടി ഇടിച്ച് കയറ്റി ഈ ക്യൂവിൽ നിൽക്കുന്ന കുട്ടികളെയും പാരന്റ്സിനെയും കൊല്ലുമെന്നുള്ള പേടിച്ചിട്ട് ബൊള്ളാറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് കണ്ടപ്പോ തന്നെ ഇതിന്റെ പര്യവസാനം ഇതാണ്, മുസ്ലിം ആയിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ലോകത്ത് ഉണ്ടാക്കിയെടുക്കുമാരെ. പിന്നെ നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാല് വേറെ പ്രശ്നമാണ്. ഞാനെന്തായാലും എന്റെ ഇൻഫർമേഷൻസ് എടുത്തോണ്ടിരിക്കും. ഞാൻ 2-3 ദിവസമായിട്ട് നമ്മള് വീട്ടില് പിറന്നാളുകളൊക്കെ ആയിരുന്നു 2 ദിവസം. അതിന്റെ ഇടയിൽ നാട്ടിലൊന്ന് പോയിട്ട് വന്നു. അപ്പൊ ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പ് വന്നു. ലൈവ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊന്നും ചെയ്യണം. ഇനിയിപ്പോ ലൈവ് ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ രക്ഷിച്ച അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്ത് ആക്രമീനെ കീഴടക്കിയ ആ ഒരു വ്യക്തി ഒരു സിറിയൻ റെഫ്യൂജിയാണ്. അയാൾ ഒരു 10 വർഷം മുമ്പ് വന്ന ഒരു സിറിയൻ റെഫ്യൂജിയാണ്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. എന്നാൽ ആ വ്യക്തി മാനുഷികമായിട്ടുള്ള പ്രേരണയില് ആളാണ് തോക്ക് പിടിച്ച് കീഴടക്കിയത്. അയാൾ ഒരു മുസ്ലിമാണ്, ഒരു അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. അതാണ് നമ്മൾ ഇങ്ങനെ ഇതിനെ ഈ കാണേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, ഇതില് ഇപ്പൊ മനുഷ്യരിൽ ഈ എല്ലാത്തരം ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ഇതിന് മോശം പ്രവണതയുള്ള ആളുകളെ കണ്ടെത്താനും അവരെ ഡീറാഡിക്കലൈസ് ചെയ്യാനും പുതിയ കുട്ടികൾ ഈ റാഡിക്കൽ ഗ്രൂപ്പുകളുടെ ഭാഗത്തേക്ക് എത്തിപ്പെടാതിരിക്കാനും ഇപ്പൊ നമ്മൾ മയക്കുമരുന്ന് ഗ്രൂപ്പുകൾക്കെതിരെ എങ്ങനെയാണോ ജാഗ്രത പാലിക്കുന്നത്, അതിനേക്കാളും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാവണം. അത് മടിച്ചു നിന്നാലാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളതൊക്കെ ഇത് പറയുന്നത് എന്തിനാ? അപ്പം കേരളത്തിൽ നമ്മളിത് പറയുന്നത്, ഈ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വഹാബി ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ വിസ്ഡം ഗ്രൂപ്പ്, നമ്മൾ ഈ മുജാഹിദ് ബാലുശ്ശേരി MM അക്ബർ ടീം ഉണ്ടല്ലോ, ഇവരെ വളരാൻ വിടരുത്. ഇവരെ വളരാൻ വിട്ടാൽ ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ അത് ഉത്തരവാദിത്തം ഉള്ള ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ വിപത്തുണ്ടാവും. പക്ഷെ ലിയാഖത്ത്, ഞാനൊരു കാര്യം പറയാം. നാട്ടില് നമുക്ക് ലഭിക്കുന്ന ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ലെവൽ പോലെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. കാരണം അതെന്താന്ന് ഞാൻ പറയാം. അതെന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ പറ്റില്ല. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷമാണ്. ഏറ്റവും മൈനോറിറ്റി ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും അവര്. അതുകൊണ്ട് ഇവർ ജനറൽ ആയിട്ടാണ് ഇപ്പൊ റാഡിക്കൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻസിനെതിരെയോ അല്ലെങ്കിൽ റാഡിക്കൽ ഐഡിയോളജികൾക്കെതിരെയോ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അതിനെ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ഈ റാഡിക്കൽ ഗ്രൂപ്പുകൾക്ക് പറ്റും. അവിടെയാണ് പ്രശ്നം. അത് തിരിച്ചറിയാനുള്ള വിവേകം, അതാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ടും തമ്മിൽ ഒന്നാമത് ഇവർക്ക് ഈ ഗ്രന്ഥം അറിയാത്തതിന്റെ പ്രശ്നമായിരിക്കാം എങ്ങനെയാണ് റാഡിക്കൽ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. ഞാൻ പറയണത് 9/11 ശേഷം വളരെ ക്ലിയർ ആയിട്ട് ഞാനൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വഹാബി മൂവ്മെന്റും അതിന്റെ ഐഡിയോളജിക്കൽ ഇഷ്യൂവും അത് എങ്ങനെയാണ് മനുഷ്യരെ റാഡിക്കലൈസ് ചെയ്യുന്നതെന്നും അതിന്റെ മെക്കാനിസം ഒക്കെ ക്ലിയർ ആയിട്ട് ലോകം പഠിച്ചതാണ്. അമേരിക്കൻ സെക്യൂരിറ്റി ഏജൻസിയുടെ ഒക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അവരെടുത്തിട്ടുണ്ട്. മീൻസ് ഈ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ഇതിന്റെ വളർച്ച, എങ്ങനെയാണ് ഇത് വികസിക്കുന്നത്, ഇതിന്റെ മോഡസ് ഓപ്പറാൻഡി എല്ലാവർക്കും അറിയാം. അമേരിക്ക അത് ഒരു പരിധിവരെ നടപ്പിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഈ കേസിൽ ഭയങ്കര ഓവർ ലിബറൽ ഒരു ഇതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നോട് UK സുഹൃത്തുക്കൾ പറയാറുള്ളത്, അവര് ഭയങ്കര സ്വതന്ത്ര രാജ്യമാണ്, ഭയങ്കര അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ ഗ്രൂപ്പുകൾക്ക് പ്രത്യേകമായിട്ട് നിയന്ത്രണ കുറവുള്ളത്, ബാക്കിയുള്ളവർക്ക് ഇല്ലാത്ത
ഈ അപ്പൊ അത് വാക്കുണ്ടല്ലോ ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു വാക്ക്, ആ വാക്കാണ് എല്ലായിടത്തും ഞങ്ങൾ വിക്ടിംസ് ആണ് ആ വാക്ക് ഉപയോഗിക്കുക. എന്ത് പറഞ്ഞാലും ആ വാക്കെടുത്ത് ആദ്യം എടുത്ത് വീശും. അതോടുകൂടി എല്ലാവരും അതാണ് നമ്മൾ ഇസ്ലാമോഫോബിയയിൽ കാണുന്ന ഒരു പ്രശ്നം. ഇസ്ലാമോഫോബിയ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവർ വളരെ തന്ത്രപരമായിട്ടാണ്. ഇപ്പൊ മുസ്ലിം വെറുപ്പ്, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു മുസ്ലിം വെറുപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. അതിപ്പോ തുടങ്ങിയൊന്നല്ല, അത് രാഷ്ട്രീയാധികാരത്തിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ ഇവിടെ ഉള്ളതാണ്. പക്ഷെ അതിനെ കത്തിക്കാൻ പറ്റുന്ന, അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് ഇസ്ലാമോഫോബിയ വെച്ച് പ്രതിരോധിക്കുമ്പോൾ അതിനിടയിൽ കൂടെയാണ് ഈ റാഡിക്കൽ ഗ്രൂപ്പുകൾ കയറിപ്പോകുന്നത്. ഈ രണ്ടിന്റെ ഇടയിലാണ് ഇവരുടെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം കിടക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യുക വേണം. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇപ്പോ വംശീയമായിട്ട് മുസ്ലിം വിരോധവും വെറുപ്പോ, ഇപ്പൊ നമ്മൾ വെള്ളക്കാർക്ക് കറുത്ത വർഗ്ഗക്കാരോടുള്ള വെറുപ്പ് പോലെയാണ്. അല്ലെങ്കിൽ ആ വംശീയതയെ നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ പരിഗണിക്കുകയും എന്നാൽ ഈ റാഡിക്കൽ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെ സെപ്പറേറ്റ് ചെയ്ത് കാണുകയും അതിനെ വേറെ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സമാധാനം പോകും. ഞാനിത് മാത്രമാണല്ലോ പറയാറ്. ഞാൻ ഈ സോഷ്യൽ പൊളിറ്റിക്കൽ സിനാരിയോയിൽ മാത്രം മതത്തെ വിമർശിക്കുന്നു എന്ന് പറയുന്നതിന്റെ ലോജിക്ക് ഇതാണ്. വിശ്വാസം ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ മുസ്ലിമായി ജനിക്കുന്നു ഇപ്പൊ ഒരാളുടെ തെറ്റല്ലല്ലോ. അപ്പൊ ഒരു അക്രമി കാണിക്കുന്ന പ്രവർത്തനം കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും വെറുക്കപ്പെടുമ്പോ ആ മുസ്ലിം പറയാനും പറ്റില്ല, എല്ലാവരും അങ്ങനെയല്ല. അതെ, പക്ഷെ ഇത് ഇതാണ് ഇതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. അതിനും പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ റാഡിക്കൽ ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്നത് പോലത്തെ ധനസഹായം ഒന്നും ഇങ്ങനത്തെ ഈ ഗ്രൂപ്പുകൾക്ക് വേറെ എവിടുന്നും കിട്ടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും തീവ്രന്മാരായിട്ടുള്ള ഗ്രൂപ്പ് വിശുദ്ധന്മാരാണ്. പക്ഷെ അവര് നമ്മളെ നാട്ടിലുള്ള ഒരവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് തീവ്രമാകാൻ പറ്റുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർ പോകുന്നില്ല. അത് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത്. ഏറ്റവും ചെറിയ ഗ്രൂപ്പാണ് വിശുദ്ധൻ ഗ്രൂപ്പ്. അതായത് മുജാഹിദ് ബാലുശ്ശേരി, അബ്ദുള്ള ബാസിലൊക്കെ ടീം കേരളത്തിലെ ഏറ്റവും ചെറിയ മുജാഹിദ് ഗ്രൂപ്പാണ്. പക്ഷെ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇപ്പം പുറത്തുനിന്ന് വരുന്നതെന്നാണ് എന്റെ അറിവ്. അതുകൊണ്ട് അവര് TV ചർച്ചകൾ വരെ വിലക്ക് വാങ്ങും. ഇപ്പൊ നോക്കൂ, എല്ലാ ഇസ്ലാമിക് പ്രതിനിധിയായിട്ട് ഇപ്പൊ വരുന്നത് വിസ്ഡത്തിന്റെ നേതാക്കന്മാരും കുട്ടി നേതാക്കന്മാരാണ്. സർപ്രൈസിംഗ് ആണ്, അവരാണ് വരുന്നത്, കുട്ടി നേതാക്കന്മാര്. എന്തുകൊണ്ട്? ഇസ്ലാമിനെ കുറിച്ച് പറയാൻ അബ്ദുള്ള ബാസിലിനേക്കാൾ യോഗ്യരായ എത്ര മുസ്ലിങ്ങളുണ്ട്? അപ്പൊ ഇതൊക്കെ ഇതിനകത്തുള്ള ബിസിനസ് ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്, പൊളിറ്റിക്സ് വേറെ സ്ഥലത്ത് കിടക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഇതിനെ പറഞ്ഞ് സമയമെടുക്കും. നമ്മൾ ഇത് രണ്ടും ജനറോസിറ്റീനെ എന്താ പറയാ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. കാരണം അവരൊരു 1000 റെഫ്യൂജീനെ എടുക്കുമ്പോൾ അതിൽ ഒരാള് ഈ റാഡിക്കലായിട്ടുള്ള ഒരാള് അവര് മനഃപൂർവ്വം കയറ്റി അയക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതാ പറഞ്ഞ ഈ റെഫ്യൂജി വരുന്ന വരവില് ഇവർ വരുന്നു, അല്ലെങ്കിൽ വന്നതിന് ശേഷം ഇവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. ഏതോ തരത്തിൽ ഇത്തരം ഗ്രൂപ്പുകൾ, ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റികളെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ റാഡിക്കൽ ഗ്രൂപ്പുകളാണ് വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്പുകൾ പ്രത്യേകിച്ചും. നമ്മുടെ നാട്ടില് വഹാബികൾ വരുമ്പോ അതിനെ എതിർക്കാനും അതിനെ തുരത്താനും ഈ അന്ധവിശ്വാസം, സ്ത്രീവിരുദ്ധതയൊക്കെ പറയെങ്കിലും റാഡിക്കൽ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ഇവിടെ ഒരു സമസ്ത ഉണ്ട്. മനസ്സിലായോ? ഇവിടെ ഒരു അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇവിടെ പൊളിറ്റിക്കൽ സിനാരിയോനെ മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ സമസ്തയുടെ തുടക്കത്തില് ഇപ്പൊ ഈ മുജാഹിദുകൾ നടത്തുന്ന ദഅവത്തുണ്ടല്ലോ, മതപരിവർത്തനത്തിനുള്ള ശ്രമം, അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന ആൾക്കാരാണ് സമസ്തയിലെ ആദ്യകാലത്തെ നേതാക്കന്മാരൊക്കെ. കാരണം അതൊരു ബഹുമത സമൂഹത്തില് ദഅവത്ത് മതത്തില് വ്യക്തിപര ബാധ്യതയാവാൻ ആയിട്ട് പരിഗണിക്കാൻ പാടില്ല, അത് പഠിപ്പിക്കാൻ പാടില്ല, കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിടത്തുനിന്നാണ് ഇപ്പൊ വീണ്ടും ദഅവ കോളേജുകൾ വരുന്നത്. അപ്പൊ ഇത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഇതിനെ നമ്മളിങ്ങനെ നമുക്ക് ആളുകളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്താനേ പറ്റുള്ളൂ. ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അത് ഈ വോട്ട് ബാങ്ക് നോക്കി ചെയ്യാതിരുന്നാലുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഇതിനെ സാമാന്യവൽക്കരിച്ചാലും പ്രശ്നമാണ്. എല്ലാം കൂടെ ഒരു വേറൊരു പ്രോബ്ലം കൂടെ ഉള്ളത്, ഇപ്പൊ നെക്സ്റ്റ് ജനറേഷൻ വരുന്നുണ്ടല്ലോ, സെക്കൻഡ് ജനറേഷൻ. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നല്ലോ, മൈഗ്രൻസ് ആയിക്കോട്ടെ, റെഫ്യൂജീസ് ആയിക്കോട്ടെ, നമ്മുടെ കുട്ടികൾ, അതായത് ആ ജനറേഷൻ, വരുന്ന ജനറേഷൻ, അവർക്ക് ഈ പറഞ്ഞ മദ്രസകളോ അല്ലെങ്കിൽ മദ്രസകളിൽ ക്ലാസ് എടുക്കുന്നതോ അല്ലെങ്കിൽ റിലീജിയസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഈ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏത് രാജ്യത്തു നിന്നായിക്കോട്ടെ, പല ആളുകളും ഓൺലൈനായിട്ട് പാകിസ്ഥാനിൽ നിന്നാണ് അവർക്ക് ഈ
മദ്രസ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കുക, ഈ പാകിസ്ഥാനിൽ ലഭിക്കുന്ന ആ മദ്രസ ക്ലാസിന്റെ ഒരു ഇന്റൻസിറ്റിയും അവർ കൊടുക്കുന്ന മെസ്സേജ് എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്നതല്ലേ. ഇപ്പൊ എന്റെ ബജറ്റിൽ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഫാമിലി അവരുടെ കുട്ടീനെ ഓൺലൈനായിട്ട് പാകിസ്ഥാനിൽ നിന്നാണ് മദ്രസ പഠനം നടത്തുന്നത്. ആ കുട്ടി എന്താവുക എന്നുള്ളതാണ് നമ്മളുടെ പേടി. ഈ പാകിസ്ഥാൻ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളെ നാട്ടിലെ കുട്ടികൾ, ഇപ്പൊ ഞാൻ പോലും ഇവിടെ പറയുന്നത് മദ്രസകൾ കുട്ടികൾക്ക് മതം പഠിക്കാനും പഠിപ്പിക്കാനുള്ള രക്ഷിതാക്കൾക്ക് അവകാശം ഉണ്ടോ ഇല്ലെന്ന് ഭരണഘടനാപരമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ഉള്ള കാലത്തോളം അതിവിടെ നിലനിൽക്കുമ്പോൾ ആ കുട്ടികളുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള ആരോഗ്യത്തിനെ ബാധിക്കാത്ത തരത്തിലുള്ളതായിരിക്കണം പഠിപ്പിക്കേണ്ടത് എന്നുള്ളത്. അതേപോലെ ഒരു സെക്കുലർ ഫാബ്രിക്കിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള പാഠഭാഗങ്ങളായിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം എല്ലാ രാജ്യത്തും വേണം. നമ്മുടെ നാട്ടിലൊന്നും ഒട്ടുമില്ല. സിലബസ് പരിശോധിക്കണം, ആരാ പഠിപ്പിക്കുന്നതെന്ന് അറിയണം. ഇത് ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊക്കെ അവർക്ക് അത് നിയന്ത്രിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഗവൺമെന്റ് തലത്തിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ എം അക്ബറിന്റെ ഒരു സ്കൂളിൽ പണ്ടൊരു പാഠഭാഗം ഉണ്ടായല്ലോ, കൂടെ പഠിക്കുന്ന കുട്ടീനെ അവൾ മതം മാറാൻ സ്വീകരിക്കാൻ തയ്യാറായാൽ എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്, പോലീസ് കേസൊക്കെ ആയല്ലോ. ഞാൻ ഇത്തരം പാഠഭാഗം ഒരു രാജ്യത്ത്, ഏത് രാജ്യം ആയിക്കോട്ടെ, മുസ്ലിം രാജ്യമാണെങ്കിൽ പോലും അത് ഉണ്ടാവാൻ പാടില്ലല്ലോ. അതിനെ പിന്നെ അത് ആ പ്രായമല്ലല്ലോ. 5 വയസ്സ് 6 വയസ്സ് 8 വയസ്സുള്ള കുട്ടി സഹപാഠീനെ മതം മാറ്റേണ്ട പ്രായമല്ലല്ലോ. നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ ഇപ്പൊ ഞാനൊക്കെ മുർത്തദ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില്. മുർത്തദുകളെ കൊല്ലണം എന്ന മത നിയമം എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ ഇതൊന്നും നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നമാണ്. അതേ സമയത്ത് നമ്മൾ ഇതിന്റെ രണ്ട് ആംഗിൾ നമ്മൾ കറക്റ്റ് ആയിട്ട്, ഞാൻ ഇതിനെ രണ്ടിനും രണ്ടായിട്ട് കാണുന്നുണ്ട്. ഒന്ന് ഈ റാഡിക്കൽ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇതിലെ ഒന്നാമത്തെ ഇരകൾ മുസ്ലിങ്ങളായിരിക്കും, നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളായിരിക്കും ഒന്നാമത്തെ ഇരകൾ. ഇത് മറ്റവരെ ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അവരാണ് പിന്നെ ലേബലായി പോകുന്നത്. രണ്ട് മാത്രമല്ല, ഇവര് എല്ലാവരെയും ഒരേ കണ്ണിനോടെ കാണാൻ ഈ സമൂഹം ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോ അതൊരു ഭീകരമായ അവസ്ഥ മുസ്ലിങ്ങളെ സംബന്ധിച്ചുണ്ടാക്കും. ഇതുകൊണ്ടാണ് നമ്മൾ അത് പറയുകയും അവരെ ഇതിന് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതേ സമയത്ത് ഇതിനെ നിയന്ത്രിക്കേണ്ട സംവിധാനങ്ങൾ, നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ ലോകത്തെ എല്ലായിടത്തും വീക്കാണ്. ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ, ഈ ആന്റി റാഡിക്കൽ പിന്നെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഡീറാഡിക്കലൈസേഷൻ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ സൗദി അറേബ്യയും ദുബായും ഒക്കെയാണെന്നാണ് എന്റെ ഒരു വിലയിരുത്തല്. അവിടെ പിടിച്ചോണ്ടേ അകത്തങ്ങിടും. അവരാണിപ്പോ കുറച്ചുകൂടെ മനസ്സിലാക്കി അവർക്ക് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ ശരിക്കും അറിയാം. അവിടെ ഞാൻ പറഞ്ഞത് അവിടുത്തെ പള്ളികളില് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ, സൗദി അറേബ്യയിലെ പള്ളികളില് വെള്ളിയാഴ്ച പ്രസംഗങ്ങളിൽ എന്താണ് പ്രസംഗിക്കുന്നത് എന്ന് ഗവൺമെന്റ് പരിശോധിച്ചാണ് പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? അതിനപ്പുറത്തേക്ക് പ്രസംഗിച്ചാൽ പിടിച്ച് അകത്തങ്ങിടും. ഈ സ്ക്രീനിങ് കുറച്ച് മുമ്പേ ഉണ്ട്, പക്ഷെ ആ സ്ക്രീനിങ് ഇപ്പൊ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പള്ളികളിൽ പ്രസംഗിക്കുന്ന പ്രസംഗം അതത് മേഖലയിൽ ബന്ധപ്പെട്ട അധികാരികൾ വെരിഫൈ ചെയ്തിട്ടാണ് ആ പ്രസംഗം അപ്രൂവ് ചെയ്തിട്ടാണ് പ്രസംഗിക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കുന്നതും ഗവൺമെന്റ് തലത്തിലാണ്. ഈ റിലീജിയൻ പൊളിറ്റിക്കൽ ഇതിലേക്ക് മാറിക്കഴിഞ്ഞാൽ മൊത്തം കേവോസും അനാർക്കിയും ആവും. അത് അവർക്ക് മനസ്സിലായി. അവർക്കറിയാം, അവരെ സംബന്ധിച്ച് അവരുടെ രാജഭരണം സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ടാവും. പക്ഷെ അത് അവർ നന്നായിട്ട് ചെയ്യണം. ഒന്നത്. രണ്ടാമത് അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഇപ്പം സൗദി അറേബ്യയിലെ സൽമാൻ രാജാവിന്റെ പുതിയ പിന്നെ കിരീടാവകാശി ഉണ്ടല്ലോ, മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാം. ഈ വഹാബിസം എന്ന് പറയുന്ന ഈ വിപത്തിനെ അവര് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളീനെ മതം പറഞ്ഞിട്ട് ഇയാൾ മതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് പറയാൻ വരുന്നവരെ പിടിച്ച് ജയിലിലിടുകയാണ് അവിടെ. വലിയ മത നേതാക്കന്മാര്, പണ്ടത്തെ മൂത്ത മുത്തവമാരെയൊക്കെ പലരും ജയിലിലാണ്. ഞാൻ 2023 കണക്കനുസരിച്ച് ഏകദേശം 3500 ആള് അവിടുത്തെ ടോപ്പ് ലീഡേഴ്സ് പണ്ഡിതന്മാര് ജയിലിലുണ്ട്. മനസ്സിലായി? അപ്പൊ അവരെ അവിടെ പിടിച്ച് ജയിലിലിടുമ്പോ അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് നമ്മളിവിടെ മുജാഹിദ് ബാലുശ്ശേരിയോ എം അക്ബറോ ഇങ്ങനത്തെ തീവ്ര പ്രവർത്തനം പ്രസംഗിക്കുമ്പോ പിടിച്ച് അകത്തിട്ടാല് അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വേട്ടയാടലായിട്ട് ചിത്രീകരിക്കപ്പെടും.
ഇവിടെ ഇപ്പൊ മെൽബണിൽ തന്നെയാണെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ വീഡിയോയിൽ നടക്കുന്നുണ്ട്, ഈ മസ്ജിദുകളിലെ ഹെയ്റ്റ് സ്പീച്ച്. എന്നിട്ടും ഗവൺമെന്റിന് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പോലീസിന് ഗവൺമെന്റ് ഒരു ആക്ഷൻ ആക്ഷൻ എടുക്കാൻ എടുക്കുമ്പോൾ അവിടെ അത് ആന്റി മുസ്ലിം സൈനായിട്ട് ചിത്രീകരിക്കപ്പെടും. മൈനോറിറ്റി ഇതായി. അതെ, അതാണ് മൈനോറിറ്റി പ്രശ്നം. അപ്പൊ റൈറ്റ്സ് ഇതായി. ഇത് രണ്ടും ഞാൻ പറഞ്ഞത് മൈനോറിറ്റി ആണ് എന്നുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ലോകത്ത് പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള പ്രശ്നം അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നത്തിന്റെ ഒന്നാമത്തെ കാരണം ഈ റാഡിക്കൽ ഗ്രൂപ്പുകളാണെന്ന് അവരെ ബോധവൽക്കരിക്കുകയും അത്തരം ഗ്രൂപ്പുകൾക്കെതിരെ കണിശമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് പ്രതിവിധി. അത് ചെയ്യാൻ ആരും അടിച്ചു നിൽക്കുന്നോ അവർ എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ടി വരും. ഒന്നാമത്തെ പേരുകൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അക്രമത്തിൽ പെടുന്ന മനുഷ്യർ പാവങ്ങളായിരിക്കും. അതിന്റെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഇരകൾ, ഏറ്റവും കാലം അതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ട ഇരകൾ മുസ്ലിം സമുദായമായിരിക്കും. കാരണം അക്രമം മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ, ജൂതന്മാർക്കെതിരെ വംശീയമായിട്ടുള്ള അക്രമത്തിന് ഈ ഇസ്ലാമിക് റാഡിക്കൽ ഗ്രൂപ്പുകൾ അറ്റംപ്റ്റ് ചെയ്താല് അവർ പേടിക്കുന്നത്, മറ്റു സമുദായം പേടിക്കുന്നത് മുസ്ലിങ്ങളെ മൊത്തത്തിലായിരിക്കും. സംശയത്തോടെ നോക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമായിരിക്കും. അത് അവർക്ക് മുസ്ലിങ്ങൾക്ക് സാമാന്യമായിട്ടുള്ള ജീവിതം അവകാശം നിഷേധിക്കപ്പെടും, അവർക്ക് റെസ്ട്രിക്ഷൻസ് വരും. അപ്പൊ പിന്നെ നമ്മൾ അതിൽ നിലവിളിക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് മുസ്ലിം സംഘടനകളാണ്. പക്ഷെ ഈ ലോകത്ത് റാഡിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാർ പറന്നു നടക്കുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടാൻ സംവിധാനങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഇല്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അതെ, അതില് പല വിഭാഗങ്ങളുള്ളതുകൊണ്ട് ഒരു യൂണിറ്റിയും ഇല്ലല്ലോ, എല്ലാവരും പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളിതൊക്കെ പറയുമ്പോ ഈ സുഡാനിലും അതേപോലെ തന്നെ ഇപ്പൊ സുഡാനിൽ നടക്കുന്ന സംഭവം അവിടുത്തെ രണ്ട് മുസ്ലിം ഗ്രൂപ്പുകൾ തമ്മിലാണ്. അവിടെയും മനുഷ്യന്മാര് മരിക്കണം. അവരുടെ കാര്യവും മതം ഒരു പ്രധാനപ്പെട്ട കാരണം മതപരമായിട്ടാണ് ഇവര് രാഷ്ട്രീയ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നത്. മതത്തിന്റെ വീക്ഷണത്തിലാണ്. വലിയ രസമായതാണ് ഇവിടെ പലസ്തീനിലെ ആളുകൾക്ക് വേണ്ടി എല്ലാ ആഴ്ച ചെയ്യുന്ന പോലെ പ്രൊട്ടസ്റ്റും ഇവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സിറ്റിയില്. എന്നാൽ ഈ സുഡാനിലെ നൈജീരിയയെ കുറിച്ച് ഒരു മനുഷ്യരും നൈജീരിയയില് സുഡാനില് സുഡാനിൽ ഈ പ്രശ്നം നടക്കുമ്പോ ദുബായിന്റെയും സൗദി അറേബ്യന്റെ ഉൾപ്പെടെ പിന്തുണ അവിടെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഒരു ഗ്രൂപ്പിന്. അതെ, പക്ഷെ അതിനെ കുറിച്ച് ഒരു സംസാരമോ ആർക്കും അറിയില്ല. അങ്ങനെ സംഭവം നടക്കുന്നതും ഇത്ര കുട്ടികൾ കൊല്ലപ്പെടുന്നതും അമ്മമാര് റേപ്പ് ചെയ്യപ്പെടുന്നതും ഇതൊന്നും ഇവിടെ ആർക്കും അറിയില്ല. ഇവിടെ ആകെ അറിയാവുന്നത് പലസ്തീനിൽ സംഭവിക്കുന്നത് മാത്രമാണ്. പലസ്തീനില് ഒരു യുദ്ധത്തിന്റെ സ്വഭാവമെങ്കിലും ഉണ്ടല്ലോ, യുദ്ധം എന്ന പേരെങ്കിലും ഉണ്ടല്ലോ. മറ്റോടത്ത് അതും ഇല്ല. മറ്റോടത്ത് കലാപമാണ്. മറ്റോടത്ത് അങ്ങനെ ഒരു ആരാ എന്താ എപ്പോഴാ എവിടുന്നൊന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല ഇന്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ അത് എവിടുന്ന വെട്ട് വരുന്നത്, എവിടുന്ന വെടി വരുന്നത് അറിയാൻ പറ്റില്ലല്ലോ. എത്ര മനുഷ്യര്, അതിന്റെയൊക്കെ ഇഷ്ടം പോലെ വീഡിയോ ഫുട്ടേജസ് ഉണ്ട്, നമുക്ക് കണ്ടിരിക്കാൻ പോലും പറ്റില്ല. ഭയങ്കര ഹോറിഫിക് ആയിട്ടുള്ള ഇതൊക്കെ ലോകത്ത് ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു മുസ്ലിം നേതൃത്വം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി വരികയും അവർക്ക് പ്രാമുഖ്യം ഉണ്ടായി വരികയും ചെയ്യൽ നിർബന്ധമാണ്. അത് സൗദി അറേബ്യയിൽ നിന്ന് അതിനുള്ള തുടക്കമുണ്ട്. പക്ഷെ അത് എത്ര കാലം കൊണ്ട് അത് അതിന്റെ ഉദ്ദേശശുദ്ധിയിലേക്ക് മീൻസ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തും, എത്ര അത് പുറത്തോട്ട് ഇപ്പൊ ഈ വഹാബിസം കയറ്റി അയക്കുന്നത് പോലെ എത്ര ഇത് കയറ്റി അയക്കപ്പെടും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പൊളിറ്റിക്കൽ മോട്ടീവുള്ള മതസംഘടനകള് എല്ലാ കാലത്തും എല്ലാ രാജ്യത്തും അപകടമായിരിക്കും. വീഡിയോ ചെയ്യുമ്പോഴേ ഈ ബീച്ച് ബൊണ്ടായി എന്നാണത് അല്ലാതെ ബൊണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും ഞാൻ കേട്ടതും എഴുതുന്നത് BOND ആയാണ്, പക്ഷെ അത് ബൊണ്ടായി ആണ്. ബൊണ്ടായി ബീച്ചാണ്. ബൊണ്ടായി. ശരി ശരി ആയിക്കോട്ടെ. എന്തെങ്കിലും ഇൻഫർമേഷൻസോ അവിടുത്തെ നാഷണൽ ന്യൂസ് ഏജൻസികളുടെ പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇട്ടുതരും. ജെന്യൂൻ ആയിട്ടുള്ള വാർത്തകൾ മാത്രം. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫാക്ച്വലി കറക്റ്റ് ആയിരിക്കണം എന്നൊരു നിർബന്ധമുള്ള ആളാണ്. അപ്പം ഇമോഷന്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ വരുന്ന എല്ലാ ന്യൂസും അവര് ഇത് ജെനുവിൻ തന്നെ ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് TV ചാനൽസിൽ വരുന്നത് എല്ലാം ജെനുവിൻ ന്യൂസ് ആയിരിക്കും. കാരണം അതല്ലെങ്കിൽ അവര് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവരാ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവും. ശരി. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവര് അച്ഛനും മകനും ആണെന്ന് കിട്ടി. പിന്നെ ഇവര് പാകിസ്ഥാൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് മനസ്സിലായി. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവര് ഇനിയിപ്പോ ഏതെങ്കിലും ഓർഗനൈസേഷനായിട്ട് ബന്ധമുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയോ? ഇവരുടെ ഏതെങ്കിലും റിലീജിയസ് ഓർഗനൈസേഷൻ ഏത്
പിന്നെ എന്താ പറയാ തോട്ട് ഓഫ് ഐസിസ് ആണ് എന്നുള്ളതാണ് ഇപ്പൊ പ്രാഥമിക ഇത് ഐസിസ് ആണ്. കാരണം ഇവരുടെ വന്ന കാറ് ചെക്ക് ചെയ്തപ്പോഴേക്കും അതിൽ നിന്ന് ഐസിസിന്റെ ഫ്ലാഗ്സ് ലഭിച്ചിട്ടുണ്ട്. ഫ്ലാഗ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഐസിസ് ഫ്ലാഗുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ 2 സ്ഫോടക വസ്തുക്കളും അവര് അതിൽ നിന്ന് ആ കാറിൽ നിന്ന് റിട്രീവ് ചെയ്തിരുന്നു. അച്ഛനും മോനും കൂടെ വന്നത് അല്ലേ? അച്ഛനും മോനുമായിരുന്നു ഇത് അറ്റാക്ക് പ്ലാൻ ചെയ്തത്. രണ്ടാളും അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? രണ്ടാളുടെ കയ്യിലും തോക്കുണ്ടായിരുന്നു? 2 പേരും ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തത്. അവര് ഒരു കുഞ്ഞു ബ്രിഡ്ജ് ഉണ്ട്, ഒരു വാക്കിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അതിന്റെ മേലിൽ നിന്ന് ഈ താഴെ ബീച്ചിൽ നിൽക്കുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. വളരെ ഹൊറിഫിക് ആയിട്ടുള്ള ഇതാണ്. പിന്നെ പക്ഷേ ഈ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ലോ ഉള്ള രാജ്യമാണ്. അതായത് ഗൺ ലോയിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. കാരണം കഴിഞ്ഞ 1994 ഉണ്ടായിരുന്ന ഇവിടുത്തെ പോർട്ട് ആർതർ മാസക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണമുണ്ട്. അത് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അതിൽ 34 പേര് ഒരു 18 വയസ്സുള്ള ഒരുത്തൻ വെടിവെച്ച് കൊന്നു. അതിന് ശേഷം ഗവൺമെന്റ് ഇവിടെ ഒരു വലിയ ഗൺ ലോ കൊണ്ടുവന്ന് എല്ലാ ഗണ്ണുകളും ഗവൺമെന്റ് പർച്ചേസ് ചെയ്തു. ആളുകളുടെ ലൈസൻസ് കൊടുത്ത ഗണ്ണുകൾ തിരിച്ച് പർച്ചേസ് ചെയ്ത് ലൈസൻസുകൾ ക്യാൻസൽ ചെയ്തു. വളരെ സ്ക്രീനിങ്ങിന് ശേഷം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗൺ ലൈസൻസ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഫാദറിനും മോനും ഗൺ ലൈസൻസ് ലഭിച്ചിരുന്നു. അവരുടെ കയ്യിൽ 5 വെപ്പൺസ് ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ ഇപ്പൊ ഗവൺമെന്റിനോട് ചോദിക്കുന്ന ചോദ്യം, എങ്ങനെ ഇവർക്ക് ഈ ലൈസൻസ് ലഭിക്കുകയും ചെയ്തു, എങ്ങനെ ഇവർക്ക് ഒന്നിൽ കൂടുതൽ വെപ്പൺസ് വയ്ക്കാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഇപ്പൊ ഗവൺമെന്റ് ആൻസർ ചെയ്യാനായിട്ടിരിക്കുന്നത്. ശരി ശരി ശരി. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ അടുത്ത ഒരു മേജർ ഇത് ലോയുടെ വരും ഗണ്ണിന്റെ പേരിൽ ലൈസൻസ് ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ളതിന്റെ കാര്യത്തിൽ അവരൊരു ഓവർഹോളിംഗ് വരും. അത് ഗവൺമെന്റ് ഇപ്പൊ ഓൾറെഡി പറഞ്ഞു, ഇവിടുത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓൾറെഡി പറഞ്ഞു ഈ ഗൺ ലോ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, അതിന് വ്യത്യാസം വരുമെന്നുള്ളത്. ഈ പബ്ലിക്കിന്റെ കയ്യില് നമ്മുടെ നാട്ടിലൊക്കെ ഗൺ ലോ കുറച്ചുകൂടി സ്ട്രോങ് ആണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് അങ്ങനെ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അമേരിക്കയിൽ ഒരു ഷൂട്ട് ഔട്ട് നടക്കുമ്പോൾ അവരെപ്പോഴും പറയുന്നത് അങ്ങനെയാണല്ലോ, ഓസ്ട്രേലിയയിൽ ഉള്ള ഗൺ ലോ ഇവിടെ വരണം, എന്തുകൊണ്ട് ഓസ്ട്രേലിയക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അവിടെ അത്രയും വലിയ ഒരു ലോബിയാണ് ഗണ്ണിന്റെ ഈ മാനുഫാക്ചറിങ്ങും ഗണ്ണിന്റെ സെയിലും ട്രേഡ് എന്ന് പറയുന്നത് അത്രയും വലിയ ലോബിയാണ്. അവർ ഭയങ്കര പൊളിറ്റിക്കൽ ഫണ്ടിങ് നടത്തുന്നതാണ്. അതുകൊണ്ട് അവിടെ ഒരിക്കലും അത് നടക്കത്തില്ല, അങ്ങനെ ഒന്നും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ഗണ്ണെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വീട്ടിലും വേണം, എല്ലാവർക്കും വേണം, സ്വന്തം പ്രൊട്ടക്ഷൻ വേണം. കാരണം എന്റെ ദൈവന്റെയിലും കണ്ണിരിക്കണം, അപ്പൊ എനിക്ക് കണ്ടില്ലെങ്കിൽ പറ്റില്ലല്ലോ, എനിക്ക് പ്രൊട്ടക്ഷൻ. അതാണ് അവിടുത്തെ രീതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആരുടെയും കയ്യിൽ ഗണ്ണില്ല. ഇവിടെ വളരെ ലിമിറ്റഡുള്ള ഗണ്ണേ ഉള്ളൂ. പിന്നെ ഇവരുടെ കയ്യിലുള്ള ഗൺ ലൈസൻസ് എന്ന് വെച്ചാൽ ഹണ്ടിങ്ങിനുള്ള ലൈസൻസ് ആണ്. ഈ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഹണ്ടിങ് ലൈസൻസ് കൊടുത്തതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുന്നത്. ഈ വളരെ ഇതില് ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് ഫാമുള്ള ആളുകൾക്ക് അവരുടെ ഫാം ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, ഇപ്പൊ നമ്മുടെ ഈ കുറുക്കലിൽ നിന്ന് ഫോക്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർക്ക് ഗൺ ലൈസൻസ് കൊടുക്കും, ഈ ഫോക്സിനെ വെടിവെക്കാനായിട്ട്. ഇവര് സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഗൺ ലൈസൻസ് കൊടുത്തതിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. പക്ഷെ അവരൊരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചു. ലൈസൻസ് ഉള്ള ഗണ്ണ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈസൻസ് ഉള്ള ഗണ്ണ് വെച്ചാണ് ഇവര് വെടിവെച്ചത്. അത് ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റി വീഴ്ച വന്നിട്ടുണ്ട്. അതെ, പക്ഷെ ഇവര് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ലൈസൻസ് ലഭിച്ചത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാനാണ്, അവരെല്ലാം ബോക്സും ടിക്ക് ചെയ്തു ആപ്ലിക്കേഷൻ കൊടുത്തപ്പോ. ഒരു ഈ ഹണ്ടിങ് ക്ലബുണ്ട്, ഇവിടെ ക്ലബുകളുണ്ട്. ഹണ്ടിങ് ക്ലബിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളുകളാണെങ്കിൽ ആ ഹണ്ടിങ് ക്ലബിന്റെ അവരുടെ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള അവർ പെരുമാറുന്ന വ്യക്തികളാണെന്ന് അവർ സർട്ടിഫൈ ചെയ്താൽ ആ ഹണ്ടിങ് ക്ലബിന്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഗൺ ലൈസൻസ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗൺ ലൈസൻസ് കൊടുക്കാം, അപേക്ഷിക്കാം. അങ്ങനെയാണ് ഇവരിത് ഗൺ ലൈസൻസ് കിട്ടിയത്. പക്ഷെ ഇവർക്ക് എങ്ങനെ 5 വെപ്പൺസ് കിട്ടിയെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലൈസൻസ്ഡ് ആവണോ? അല്ലല്ലോ, 5 ലൈസൻസ് വേറെ രീതിയിൽ വന്നത് ആയിക്കൂടെ? അത് പ്രൊക്യൂർ ചെയ്തതാണ്. ഈ ലൈസൻസ് വെച്ചുകൊണ്ട് അവർ പ്രൊക്യൂർ ചെയ്തു. അത് അവരെങ്ങനെ ചെയ്തു എന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ അവരുടെ കയ്യിൽ 5 ലൈസൻസ്ഡ് ആയിട്ടുള്ള ഈ ഗണ്ണുകളാണ് ഉള്ളത്. ഓക്കെ. ഭാഗ്യത്തിന് ആ സിറിയൻ റെഫ്യൂജി ആ വ്യക്തി ഒരാളെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അത്രയും കുറച്ച് ആളുകളെ മരിച്ചുള്ളൂ. അല്ലെങ്കിൽ അവർ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് ബീച്ചിലേക്ക് വെടിവെക്കാൻ തുടങ്ങി എവിടെ ചെന്ന് നിൽക്കും? അതെ, അവരുടെ കയ്യിലുള്ള ഈ വെടിയുണ്ടകൾ തീരുന്നത് വരെ വെടിവെക്കും. അതില് ഫാദറിനെ വെടിവെച്ചു, ഫാദർ മരിച്ചു. ഇപ്പൊ മോൻ കോമയിൽ നിന്ന് ഇന്നലെ റിക്കവർ ആയിട്ടുണ്ട്, പോലീസ് കസ്റ്റഡിയിലെ ഹോസ്പിറ്റലിലാണ്. ഇനിയിപ്പം ഗവൺമെന്റിന്റെ ഒരു ഗുണമുള്ളത് ഈ മകനെ വെടിവെച്ച് കൊല്ലാത്തത് കൊണ്ടിട്ട്
അവരിൽ നിന്ന് ഇന്റർഗ്രേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് അവർക്ക് എടുക്കാൻ ഇന്റലിജൻസ് പറ്റുമെന്നുള്ളത്. ഇൻഫർമേഷൻ ലഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതെ അതെ. ഇനി അവർ പുറംലോകം നമ്മൾ കാണില്ല, ഇതിനകത്ത് പക്ഷെ കാണുന്ന കാര്യത്തിൽ ഇപ്പൊ സിറിയൻ റെഫ്യൂജി ഇടപെടുന്നത് ഒരു അവസാന ഘട്ടത്തിൽ ഇടപെടുന്ന ആ ഒരു ജാഗ്രത അല്ലെങ്കിൽ ആ ഒരു മനസ്സെങ്കിലും ഈ റാഡിക്കൽ ഗ്രൂപ്പുകളെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ലോകത്ത് എല്ലായിടത്തും പാലിക്കണം. അത് ഒരു അതെ. അപകടം നടക്കുമ്പോൾ ചാടി വീണിപ്പോ നമ്മള് ഈ പെഹൽഗാം അറ്റാക്കിലും ഇതേപോലെ ഒരു മുസ്ലിം ചങ്ങാതി അയാൾ കൊല്ലപ്പെട്ടു, അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു, മരിച്ചു. അതുകൊണ്ട് കാര്യമില്ല. മീൻസ് അതവർ ചെയ്യുന്നു, അത് ഓക്കെ. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തത്തിൽ എടുക്കേണ്ട ഉത്തരവാദിത്തം റാഡിക്കൽ ഗ്രൂപ്പുകൾ അത് എത്ര ചെറിയ രീതിയിലുള്ളതാണെങ്കിലും തുടക്കം മുതൽ അതിനെ കൺട്രോൾ ചെയ്യുകയും അവരവരെ കുട്ടികൾ അതിനകത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ബാധ്യതയാണ്. കാരണം റാഡിക്കൽ ഗ്രൂപ്പുകളിലേക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏതുവരെ പോകാം എന്നുള്ളതിന് ഏതുവരെയും പോകാം എന്നാണ് അർത്ഥം. ഈ റാഡിക്കൽ ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതെ നമ്മളിവിടെ അതെ. പറയുന്നത് ഈ തീവ്ര തൗഹീദ് വഹാബിയത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കുട്ടികളുടെ വിശ്വാസം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും ഈ സലഫി വിങ്ങുകളിലെ ഇതിലേക്ക് കുട്ടികളെ വിടുന്നത്. അപ്പൊ അവന് കറക്റ്റ് ആയിട്ട് നിസ്കാരം തുടങ്ങും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ പോപ്പുലർ ഫണ്ടില് ആളുകൾ പോയപ്പം എതിർക്കാതിരുന്ന രക്ഷിതാക്കളുടെ ഏക ന്യായം അതായിരുന്നു. അത് അവൻ കൃത്യമായിട്ട് അവിടെ പോകാൻ തുടങ്ങി. അവൻ കൃത്യമായിട്ട് സുബഹിക്ക് നീച്ച് നിസ്കരിക്കുക. ഇതാണ് ഒരു വിശ്വാസിയുടെ അടയാളം. രാവിലെ 4 മണി 4:30 5 മണിയുടെ ഉള്ളിലുള്ള നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് അംഗശുദ്ധി വരുത്തി നിസ്കരിക്കുന്നു, പള്ളിയിൽ പോകുന്നു. അപ്പൊ അത് മതപരമായിട്ട് രക്ഷിതാക്കളെ സംബന്ധിച്ച് അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള മാറ്റമായിട്ടാണ് മനസ്സിലാവുക. പക്ഷെ ആ ഒരു ആരാധനയ്ക്കുള്ള പ്രചോദനം കൊടുക്കുന്ന ഒരു റാഡിക്കൽ ഗ്രൂപ്പ് ആണെങ്കിൽ ആ ആരാധനയ്ക്കാൻ അവന് അത് ഏതുവരെയും പോകാം എന്നുള്ളതാണ്. അപ്പൊ അത് തിരിച്ചറിയേണ്ടത് മുസ്ലിം സമുദായം, സമൂഹം, രക്ഷിതാക്കള്, ഇവിടെ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന മതസംഘടനകൾക്കൊക്കെ അതിൽ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞത് സൗദി അറേബ്യയിലെ ഗവൺമെന്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾ മതസമുദായത്തിന് ഇടയിൽ മതസംഘടനകൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീറാഡിക്കലൈസ് ചെയ്യുന്ന പരിപാടികൾ ഇതില്ലെങ്കിൽ. പക്ഷെ ഇവിടെ ലിയാഖത്ത് ഇനിയിപ്പോ വേറൊരു പ്രോബ്ലം വരാൻ പോകുന്നത് ഇവിടെ നിയോ നാസി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. നിയോ നാസി, അതാ ഞാൻ പറഞ്ഞു, ഇത് വരികയും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഫൈറ്റ് ചെയ്യുന്ന സമയം തുടങ്ങുമ്പോൾ ആർക്കും സമാധാനം ഉണ്ടാവില്ല. ലോകത്ത് ജൂതനും സമാധാനം ഉണ്ടാവില്ല, മുസ്ലിമിനും സമാധാനം ഉണ്ടാവില്ല. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. രീതിയിലേക്ക് മാറും. അതിനുള്ള ഒരു പരിധി വരെ ഈ നിയോനാസികളെ പ്രൊവോക്ക് ചെയ്യുന്നതും ഇവരുടെ ഈ ആക്ഷൻസ് ആണ്. അതാ ഞാൻ പറഞ്ഞ അവർക്ക് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് പോലും അവസരം ഉണ്ടാക്കി കൊടുക്കാണ് ഇവര് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഇതുപോലെ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡൊക്കെ നമ്മൾ കാണുന്നത് ഏറ്റവും സമാധാനത്തിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന പ്രദേശം എന്നുള്ള രീതിയിലാണല്ലോ. യൂറോപ്പിലാണെങ്കിലും റെഫ്യൂജി ആയിട്ട് പോകുന്ന ആളുകൾ പോലും എന്തുകൊണ്ടാണ് യൂറോപ്പ് ചൂസ് ചെയ്യുന്നത്? സിറിയയിൽ പ്രശ്നം ഉണ്ടാവുന്നു, ആരും ഇപ്പുറത്ത് ലെബനോനിലേക്കോ അപ്പുറത്ത് തുർക്കിയിലേക്കോ ഒന്നല്ലല്ലോ പോകുന്നത്. ഇവർ പോകാൻ ആഗ്രഹിക്കുന്നതും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നതും ജീവൻ പിന്നെ കൈ പിടിച്ച് ഓടുന്നത് അങ്ങോട്ടാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ സാധുക്കളുടെ പിന്നാലെ ഈ റാഡിക്കൽ ഗ്രൂപ്പുകൾ ചെല്ലുന്നതും അവിടെ ഈ റാഡിക്കൽ പ്രവർത്തനം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഇവർ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ റെഫ്യൂജികളായി ചെന്ന് ചിന്ന ഭിന്നമായി കിടക്കുന്ന സൊസൈറ്റിനെ ഇവരാണ് ചെന്നിട്ട് ഏകോപിപ്പിക്കുന്നത്. ആ സംഘടനകളെ കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ പിന്നെ എന്താ പറയാ അവരുടെ ഒരു പൊളിറ്റിക്കൽ മോട്ടീവും അവരുടെ ഐഡിയോളജിക്കൽ ബേസും എന്താണ്, അവര് എന്താണ് സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അത് ഈ വഹാബി ആശയധാരയാണോ? വഹാബി ആശയധാരയിലൂടെ പോയി കഴിഞ്ഞാൽ അത് IS വരെ എത്താം. അത് നമ്മൾ പറയുന്നതുകൊണ്ട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. വഹാബിസത്തിലേക്ക് ഒരു വഹാബി ആശയധാരയിലേക്ക് ഒരാൾ പോയി നമ്മളെ നാട്ടിലെ വിസ്ഡം ഗ്രൂപ്പിലേക്കോ മുജാഹിദിലേക്കോ പോയാൽ അത് ഏതുവരെ എത്താം എന്ന് വെച്ചാൽ IS വരെ എത്താം എന്നാണ് അർത്ഥം. മീൻസ് അല്ല ഞാൻ പറയുന്നത് അപ്പൊ എല്ലാ വഹാബികളും IS എത്തും എന്നുള്ളതല്ല. IS എത്താം. ഈ ആശയധാര പിന്തുടർന്ന് പോകുന്ന ഒരാള് അതിനെ ഓവറായിട്ട് അതിനെ കൂടുതൽ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ IS വരെ എത്താം. ഏതുവരെ? നമ്മുടെ സാക്കിർ നായിക്ക് ഒരു ഘട്ടത്തിൽ പിന്നെ സൂയിസൈഡ് ബോംബിങ്ങിനെ ന്യായീകരിക്കുന്ന വീഡിയോ ഉണ്ട് എൻ്റെ അരികിൽ. ഇപ്പം ആത്മഹത്യ മതപരമായ ദൃഷ്ടിയിൽ തെറ്റാണ്, കുറ്റകരമാണ്. ആത്മഹത്യ ചെയ്ത ആള് നരകത്തിലായിരിക്കുന്ന വരെ പറയപ്പെടുന്നുണ്ട് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട്. ആ മതം പ്രചരിപ്പിക്കുന്ന ഒരു വഹാബി ദാഴിയാണ് സാക്കിർ നായിക്ക്. അയാള് ഏറ്റവും അവസാനം പറയുന്നത്
ഇപ്പോ ഒരു അമീർ, അത് മീൻസ് ഒരു ലീഡർ, നമ്മുടെ Yeah. നാട്ടിൽ പറഞ്ഞ ഒരു കമാൻഡർ പറയാണ്, അതെ. കമാൻഡന്റ് പറയാണ്, നമ്മളുടെ ഒരു യുദ്ധമുറ എന്ന രീതിയിൽ ഒരാള് മരണപ്പെടും എന്ന് ഉറപ്പുള്ള സമയത്ത് ആ യുദ്ധത്തിൽ ഒരാധിപത്യം എടുക്കാൻ പറ്റും എന്നൊരു ഘട്ടത്തിൽ ഒരാള് ജീവൻ കളഞ്ഞുകൊണ്ടും ആ ഒരു കൃത്യത്തിൽ ഏർപ്പെടുന്നതിന് ഈ നേതാവ് അല്ലെങ്കിൽ ഇവരുടെ ലീഡർ പെർമിഷൻ കൊടുത്താൽ, അമീർ പെർമിഷൻ കൊടുത്താൽ ചെയ്യാം എന്നാണ്. അപ്പൊ അത് എവിടെ എത്തും? ജിഹാദായി ആ മാറുമെന്നുള്ളത് അപ്പൊ അല്ലെ? നമ്മുടെ നാട്ടില് ഈ നമ്മളെ നാട്ടിലെ മുജാഹിദുകള്, ഞാൻ ഈ ഓഡിയോ പുറത്തു വിടുവേ, കാരണം ഇത് വിശ്വാസികളുടെ ഭാഗത്ത് കേൾക്കേണ്ട കാര്യമുണ്ട്. അതായത് നമ്മുടെ നാട്ടില് വിശ്വാസികൾ മനസ്സിലാക്കാൻ പറയാം, നമ്മുടെ നാട്ടില് മൗലീദുകൾ, ഇപ്പൊ നമ്മുടെ ഈ അമ്പങ്കുന്ന് നേർച്ച, പട്ടാമ്പി നേർച്ച, കൊണ്ടോട്ടി നേർച്ച, ഈ നേർച്ചയൊക്കെ വലിയ പ്രശ്നമായിട്ടും ഓണത്തിന് ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന ചിന്തയും പടർത്തിക്കൊണ്ട് നടക്കുന്ന ഈ വഹാബികളുടെ നേതാവാണ് മറ്റേ പുള്ളി. അപ്പൊ നമ്മൾ ഓണത്തിന് ഫുഡ് കഴിക്കാൻ പാടുണ്ടോ, ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യാൻ പാടുണ്ടോ, ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്ന ആ ചർച്ചയിലേക്ക് ഉൾച്ചേരുകയും ആ ആശയം, ഈ വഹാബി ആശയം പേറുകയും ചെയ്യുന്നവർക്ക് ചെന്ന് 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 ഈ പറഞ്ഞ ഈ സാക്കിർ നായിക്ക് പറഞ്ഞ പ്രകാരം പൊട്ടിത്തെറിക്കാം എന്ന ഒരു ഫത്വയിലേക്ക് എത്താനുള്ള വഴി അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ വഴിനെ തുടക്കം മുതൽ ബ്ലോക്ക് ചെയ്യുകയും, വഹാബിസം എന്ന് പറയുന്നത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി, കൊലക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ആശയമാണെന്ന് തിരിച്ചറിയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ മുസ്ലിങ്ങളെ പൊതുവിൽ അടച്ചാക്ഷേപിക്കാതിരിക്കുകയും വഹാബികളെ, പ്രത്യേകിച്ച് വഹാബിസത്തെ കൂടുതൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. കാരണം അത് ഈ നാട്ടിൽ ഇല്ലാതാവേണ്ട സാധനമാണ്. മുസ്ലിങ്ങൾ ഇല്ലാതാവുക എന്നല്ല, പക്ഷെ വഹാബിസം എന്ന ആശയം അത് ശരിക്കും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി, അവരെല്ലാവരും ഉത്തരവാദികളല്ല. ഈ കുറച്ചുപേര് ഈ ആശയം പേറുന്ന അവരെ സുരക്ഷിതരാക്കി അവരുടെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു ക്യാൻസറാണ് വഹാബിസം. ആ ക്യാൻസറിൽ നിന്ന് അവരെ മുക്തരാക്കൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ്, പുറത്തുള്ള എല്ലാവരുടെയും ബാധ്യതയാണ്. അത് എക്സ് മുസ്ലിമിന്റെ മാത്രമല്ല. അതിന് പകരം നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ എലമെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഈ ഗ്രൂപ്പുകളുടെ ഐഡിയോളജി കിടക്കുന്നത് പുസ്തകത്തിൽ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല കേട്ടോ. പക്ഷെ ആ കാരണം പറഞ്ഞുകൊണ്ട് ഇവരെല്ലാരും ഈ പുസ്തകത്തിന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് ഇവരെല്ലാരും ഇങ്ങനെ തന്നെയാണ് എന്ന് സാമാന്യവൽക്കരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ പുസ്തകത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പര്യാപ്തമാകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ അതിന് തടസ്സം നിൽക്കുന്നതാണ് ഈ വഹാബികൾ. ഇവരെ കൈകാര്യം ചെയ്യേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ ന്യൂനപക്ഷത്തിന്റെ അവകാശ സംരക്ഷണം എന്ന ലേബലിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റുകൾക്ക് ഇത് തിരിച്ചറിയുന്നതിൽ വീഴ്ച വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് ഇതിനെ ആഴത്തിൽ അറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗദി അറേബ്യയിലുള്ള ഭരണാധികാരികൾക്ക് അറിയാവുന്ന അത്രയും ഈ റാഡിക്കൽ ഇസ്ലാമിന്റെ അപകടം യൂറോപ്പിലുള്ളവരോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, കാരണം അവരതിനെ മനസ്സിലാക്കുന്നത് ഒരു അക്രമിയുടെ അക്രമ പ്രവർത്തനമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു തീവ്രവാദ പ്രവർത്തനമാണ്. ഞാൻ പറയുന്നത് IS ഒരു ഭീകരവാദ സംഘടനയാണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ISISനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഈ ഇസ്ലാമിനകത്ത് തന്നെയുള്ള ഐഡിയോളജി ആണ് എന്ന് മനസ്സിലാവണം. അപ്പൊ അതല്ലാതെ IS ഇസ്ലാം അല്ല എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. IS ഇസ്ലാമിന്റെ ഒരു മാരക വേർഷൻ ആണ് എന്ന് ഒരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ISും ഇസ്ലാം തന്നെയാണ്. അപ്പൊ ഞാൻ പറയാറുള്ളത്, അതേ സമയത്ത് എല്ലാ മുസ്ലിങ്ങളും ISകാരെ പോലെയാണെന്നല്ല. ഇസ്ലാമിന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വഹാബി ആശയധാരയിലൂടെ പോയാൽ IS വരെ എത്താം. അതുവരെ എത്താം. അതിന് എന്താ പറയാ, അതിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുകയും ഇതിന് അപകടം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും നിയമപരമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട ആളുകൾ ഇതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യണം. അതാണ് ഇതിന്റെ പ്രതിവിധി. അതല്ലാതെ ഇപ്പൊ നമ്മൾ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും IS ആണ്, എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആ പൊട്ടൻഷ്യൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ആശയത്തിലേക്ക് എത്തുമ്പോഴാണ്. അതിലേക്ക് ആളുകൾ എത്താതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം. നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഇപ്പോഴും ഞാൻ പല വായനകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഇവര് ഈ IS ഇസ്ലാമല്ല, അവര് യഥാർത്ഥ ഇസ്ലാമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് ISന്റെ ഏറ്റവും വലിയ പ്രതിരോധം. അതാണ് ISന് ഏറ്റവും ഗുണം ചെയ്യുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റി ഈ ഇസ്ലാമിനെ ഈ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണെന്നും ആ ഇന്റർപ്രിട്ടേഷൻ ഇന്നത്തെ കാലത്ത് യോജിക്കില്ല എന്നും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നും മുസ്ലിം സമൂഹം നിലപാടെടുക്കണം. അല്ലാതെ IS ഇസ്ലാം അല്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാരണം അവരുപയോഗിക്കുന്നത് ഖുർആനാണ്. ഇപ്പൊ ഈ തന്തയും മകനും ഒരുമിച്ച് പോകണമെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്തത് ഖുർആൻ വചനായിരിക്കും, IS ആയിരിക്കില്ല. ആ ഖുർആൻ വചനം ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ചിലപ്പോൾ ISന്റെ ശൈലിയിലായിരിക്കും.
IS-ന് IS-ന്റേതായിട്ടുള്ള വ്യാഖ്യാനം ഉണ്ടാവും. ആ വ്യാഖ്യാനത്തിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നത് നമ്മുടെ നാട്ടിലുള്ള, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് IS-ലേക്ക് പോയ ആളുകൾ അത് മുഴുവൻ വഹാബികളാണ്. മുജാഹിദ് വിഭാഗം നമ്മുടെ നാട്ടിൽ പറയും. അല്ല, ഇവിടെ നിന്നും ധാരാളം പേര് IS-ലേക്ക് അന്ന് ആ സിറിയയിൽ യുദ്ധം നടന്നപ്പോ പോയി. ഇപ്പൊ കഴിഞ്ഞ മാസമാണ്, അല്ലെ 2 മാസം മുമ്പാണ് അവിടുന്ന് ഈ ഇവിടെ കൂടെ പോയപ്പോ ഭാര്യമാരും പോയല്ലോ കുട്ടികളെയുമായിട്ട്. ആ അന്ന് കൊല്ലപ്പെട്ട യോദ്ധാക്കളുടെ ഭാര്യമാരെ അവിടെ ഇത്രയും നാള് റെഫ്യൂജികളായിട്ട് താമസിച്ചിട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നത്. അവരെ കൊണ്ടുവരണ്ടേ എന്നുള്ള വലിയ ഡിബേറ്റ് നടന്നിട്ട് ഗവൺമെന്റ്, ഈ ലേബർ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തു. അവരെ തിരിച്ചു കൊണ്ടുവന്നു, അവരെ വീണ്ടും റീസെറ്റിൽ ചെയ്തു. അപ്പൊ അതില് അവരെ റീ റാഡിക്കലൈസ് ചെയ്യാനുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം സക്സസ്ഫുൾ ആവുക എന്നുള്ളതും എഗെയിൻ ബിഗ് ക്വസ്റ്റ്യൻ. അപ്പോ ഇതെല്ലാം ഗവൺമെന്റിന് അറിയാം, ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ പല ചെക്കുകളിലൂടെ ഇവര് പല അറ്റാക്കുകളും കേർബ് ചെയ്തു, അവർ ഇല്ലാതാക്കിയൊക്കെ ചെയ്തു. കഴിഞ്ഞിടയ്ക്ക് തന്നെ ധാരാളം സ്ഫോടക വസ്തുക്കൾ പിടിച്ചു, അവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അതിൽ സ്ലിപ്പ് ചെയ്യുന്നതും ഉണ്ട്, സ്ലിപ്പ് ചെയ്ത് പോയി ഇങ്ങനെ സംഭവിക്കുന്നതും ഉണ്ട്. അതാ ഞാൻ പറയാം, പ്രതിരോധത്തിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ടെന്ന് ഞാൻ പറയാം. ഇപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തടയാൻ ശ്രമിക്കാം, ഇന്റലിജൻസ് വർക്ക് ചെയ്യും, ഇതൊക്കെ ഇതും ബ്രേക്ക് ചെയ്യപ്പെടാം. അപ്പോ അതിന്റെ സാധ്യതകൾ കൂടി മനസ്സിലാക്കിയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും വേണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് IS-ലേക്ക് പോയത് MM അക്ബറിന്റെ പീസ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ചങ്ങാതിയുടെ കണക്ഷനിലാണ് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ഇപ്പോഴും നമ്മൾ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ സംഘടനയുടെ അതിനേക്കാൾ ഒരു മൂത്ത വിഭാഗമുണ്ട് ഇവിടെ, ദമ്മാജികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം. ഇതൊക്കെ സാധാരണ വിശ്വാസികൾക്ക് അറിയ പോലും ഇല്ല കേട്ടോ. ദമ്മാജി പറഞ്ഞാൽ എന്താന്ന് പോലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല. ഇവര് പിന്നെ ഇവരാദ്യം ചിലപ്പോൾ പോകുന്നത് തോക്കെടുക്കാൻ പോലും ആയിരിക്കില്ല ഹിജ്റ പോകുന്നത്. അതായത് ഇവിടെ ജീവിക്കാൻ പാടാണ്, ഇസ്ലാമികമായ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം സിറിയയും യമനും അഫ്ഗാനിസ്ഥാന്റെ താഴ്വരകളിലെ ആടുമേക്കലൊക്കെ ആണെന്ന് വിചാരിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതായത് ഈ ഭക്തി മൂത്തിട്ട് നമ്മൾ ഈ സന്യാസത്തിന് പോകുക എന്ന് പറയുന്ന പോലെ പോകുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അവിടെ ചെല്ലുമ്പോ അവിടെ ഇതിന്നൊക്കെ പല ഘട്ടത്തിൽ ഇവർ ഫിൽട്ടർ ചെയ്യുന്നുണ്ടാവാം, ഇവർക്ക് പറ്റുന്ന ആളുകളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ എന്നോട് എന്റെ ഈ വീഡിയോകളൊക്കെ കണ്ട് കുറെ കാലത്തിന് ശേഷം എന്നെ വിളിച്ച ഒരാളുണ്ട്. അയാള് പറയുന്നത് അയാള് ഹിജ്റ പോയേനെന്നാണ് അഫ്ഗാനിലേക്കോ സിറിയയിലേക്കോ. അപ്പോ അതിന് മുൻപ് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോ മീൻസ് ഇയാൾ പറഞ്ഞു തന്ന വിവരം അനുസരിച്ചിട്ട് ഓരോ ലെയറിൽ നിന്ന് അടുത്ത ലെയറിലേക്ക് ആളുകളെ ഇവർ പിക്ക് ചെയ്യാണ് ചെയ്യുന്നത്, ഈ ഗ്രൂപ്പുകൾ. ഇതിന്റെ നേതാക്കന്മാര്, വലിയ മൗല്യന്മാര് ഇവന്റെ ഭക്തിയുടെ ആഴം അളന്നിട്ട് ഇവൻ എങ്ങനെയൊക്കെ പിന്നെ ഇത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നനുസരിച്ച് അറിയാവുന്ന ആളുകളെ അവർ പിക്ക് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റേജ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ തുടക്കത്തിലെ തീവ്രവാദ പ്രവർത്തനം, ഇപ്പൊ ഞാൻ പറഞ്ഞ നാട്ടിലെ പോപ്പുലർ ഫണ്ടിന്റെ കഥ പറഞ്ഞതുപോലെ പോപ്പുലർ ഫണ്ടുകാര് ആദ്യം കുട്ടികളുടെ മതചിട്ടയാണ് വരുത്തുന്നത്. അതായത് സുബഹിക്ക് നിസ്കരിക്കണം, എല്ലാ പിന്നെ വക്കത്തും 5 നേരം കറക്റ്റായിട്ട് നിസ്കരിക്കുന്നുണ്ടാവണം, അത് നോക്കും, അത് മോണിറ്റർ ചെയ്യാൻ അവിടെ ആളുണ്ടാവും. അപ്പൊ രക്ഷിതാക്കളെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്നത് എന്താണ്, കറക്റ്റായിട്ട് നിസ്കാരം തുടങ്ങി, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അവർക്ക് ഫസ്റ്റ് മാർഗം ആ മൊഡ്യൂളിൽ നിന്ന് അത് അംഗീകരിക്കുന്ന ആളുകളെ അതിനപ്പുറത്തേക്ക് ഇവർ കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ പോപ്പുലർ ഫണ്ടിന്റെ കേസ് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം നമുക്ക് അടുത്തറിയാവുന്ന ഒരു സംഘടന എന്ന രീതിയിലാണ്. പോപ്പുലർ ഫണ്ടില് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ഡു ഓർ ഡൈ എന്നുള്ളതിലാണ്. അതിൽ തന്നെ മരിക്കുക എന്നതിനെ മനസ്സ് പാകപ്പെടുത്തലാണ് ഇവരുടെ രണ്ടാമത്തെ 3ാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്. പിന്നെ ആ മരണം എങ്ങനെ ഇസ്ലാമിനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ചിലപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവാം. മനസ്സിലായി? എങ്ങനെ മരിക്കണം, ഇപ്പൊ പ്രതിരോധിക്കും, നമ്മള് അക്രമത്തെ പ്രതിരോധിച്ച് മരിക്കുക എന്നുള്ള പരിശീലനമാണ് ഇവർ ആദ്യം പറയുന്നത്. പ്രതിരോധിച്ചിട്ട് നമ്മൾ പ്രതിരോധിക്കണം, അതാണ്. ഇപ്പൊ മുസ്ലിങ്ങൾ ആകെ അറ്റാക്കിലാണ്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിനെ പ്രതിരോധിക്കണം, മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമത്തെ പ്രതിരോധിക്കണം. ഇതാണ് ഇവരുടെ പ്രതിരോധം അപരാധമല്ല എന്നുള്ള ടാഗ് ലൈനിന്റെ ഒരു ബേസ്. ഇതിലേക്ക് ഒരാളെ എടുക്കുന്നത് ആദ്യം നിസ്കാരം കറക്റ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ചിട്ട. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഇതിന്റെ ഓരോ സ്റ്റേജും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ അപകടം ചെയ്യും. അപ്പോ അത്രയും കാലം നിസ്കരിക്കാതെ നടന്നൊരു ചെറുക്കൻ പെട്ടെന്ന് നിസ്കാരം തുടങ്ങുകയാണെങ്കിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവന്റെ നിസ്കാരം തുടങ്ങണത് ഇപ്പോ അവന് ഭക്തി മൂത്തിട്ട് സ്വന്തം നിലക്ക് നിസ്കാരം നിർബന്ധമാണെന്നുള്ള ബോധ്യത്തിന്റെ പുറത്തും തുടങ്ങുകയാണെങ്കിലും ഓക്കെ. അതല്ല, അതിന് പിന്നിൽ വേറൊരു മോട്ടീവ് ഉണ്ട്, ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന ഏതാണ് എന്ന് പരിശോധിക്കലും ആ സംഘടനയുടെ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാക്കലും ഉത്തരവാദിത്തമാണ്.
അതെ. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലാണ് ഈ പ്രശ്നം വരിക. അപ്പൊ നമ്മളിതൊക്കെ ഈ പ്രശ്നം പറയുമ്പോഴും മുസ്ലിങ്ങൾ അപകടകാരികളാണ് എന്നുള്ള ചിത്രീകരണത്തിലല്ല, മുസ്ലിങ്ങളെ അപകടപ്പെടുത്താൻ പറ്റുന്ന എലമെന്റ് അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് തെളിവുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഈ വഹാബികളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ മാധ്യമങ്ങളുണ്ട്. അതായത് കേരളത്തിലെ ഇസ്ലാമിന്റെ പ്രതിനിധികളായിട്ട് ചർച്ചയിൽ വിളിച്ച്, ഞാൻ പറഞ്ഞത് ഈ AP വിഭാഗം ഉണ്ടല്ലോ, കാന്തപുരം AP ഉസ്താദ്, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ അന്ധവിശ്വാസ ജഡിലമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അവരെ പിടിച്ചിരുത്തിയാൽ പോലും 7 അയലത്ത് അടുപ്പിക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ് മുജാഹിദുകൾ. ഈ വിസ്ഡം ഗ്രൂപ്പൊക്കെ എത്രമേൽ വർഗീയ വേഷമാണ് ഇവിടെ ചീറ്റുന്നതെന്ന് അറിയോ? ഇവരെയൊക്കെ മാധ്യമങ്ങൾ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിട്ട് കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്ന എന്താ വെച്ചാൽ, സാധാരണ മുസ്ലിങ്ങളുണ്ട്, അവർക്കൊക്കെ ഇവരാണ് ഇസ്ലാമിന്റെ പ്രതിനിധികൾ എന്നൊരു ചിന്ത വരാൻ കാരണമാവും. ഇവര് പോപ്പുലർ ആവുകയാണ്. ഇവരുടെ പോപ്പുലാരിറ്റി, ഇവർക്ക് സൊസൈറ്റി കൊടുക്കുന്ന പോപ്പുലാരിറ്റി ഇവരെ സമൂഹം അംഗീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ലിബറൽ ഏരിയകളിൽ ഇവർക്ക് കൊടുക്കുന്ന പ്രസൻസ് അങ്ങേയറ്റത്ത് അപകടം ചെയ്യും. അത് മാധ്യമങ്ങൾക്ക് അതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ട്. ഇഷ്ടംപോലെ മതസംഘടനകൾ ഇവിടെ ഉണ്ടല്ലോ. വളരെ പോപ്പുലർ ആയിട്ടുള്ള മാധ്യമങ്ങൾ, നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമങ്ങൾ പോലും ഇവര് വിളിക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു വിസിബിലിറ്റിയുടെ ഒരു റേഞ്ച് അത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ പ്രശ്നം. അത് ഈ സാധാരണ ആളുകൾ പോലും ഇതിലേക്ക് ആകർഷിക്കപ്പെടാനേ ഇടയാക്കുള്ളൂ. അത് അറിഞ്ഞുകൊണ്ടാണ് അതിനകത്ത് ഇവർ പെയ്ഡ് പരിപാടികൾ പോലും നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാധ്യമങ്ങളിൽ. ഇതിൽ 2 കാര്യങ്ങൾ. ഇപ്പൊ മാധ്യമങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിന് വേണ്ടി പറയാൻ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും വിളിക്കും, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് തീവ്ര മുസ്ലിം വിരുദ്ധന്മാരെയും വിളിക്കും. അല്ലെങ്കിൽ സംഘപരിവാറിനെ പിടിച്ചിരുത്തും ഇസ്ലാമിനെ വിമർശിക്കാൻ. ഈ 2 അപകടമാണ്. അവരെ സംബന്ധിച്ച് അത് ഭയങ്കര സെൻസിറ്റിവിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഡയലോഗുകൾ 2 ഭാഗത്തും വരും. അപ്പൊ ഭയങ്കര ഹീറ്റ് ആവും. അപ്പൊ ഹീറ്റ് ആവുമ്പോ കുറച്ചുകൂടി വ്യൂ കിട്ടും. ഇതൊക്കെ ആയിരിക്കും അവരുടെ ഉദ്ദേശം. പക്ഷെ അതൊക്കെ സമൂഹത്തിന് എത്രത്തോളം ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ നമുക്കൊക്കെ സംശയം. എന്തായാലും ഞാൻ ഇതിനകത്തൊരു വീഡിയോ ചെയ്യാനൊരു ലൈവ് ചെയ്യുമ്പോൾ ഇനി അത് ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. എന്തെങ്കിലും കൂടി ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ലിങ്കുകൾ ഇടും. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ.